മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശിമാറ്റവും അത് ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 4-ാം ഭാവത്തിലാണ്, അതായത് മീനം രാശിയിൽ. ഇവിടെ നിന്നും മെയ് 18-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം 4:30 മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. പക്ഷേ അതിനു മുൻപ് മാർച്ച് 29-ാം തീയതി ശനി മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും. ഇത് വളരെ അശുഭ ഫലങ്ങൾ നൽകുന്ന ഒരു യോഗമാണ്. ഏകദേശം 50 ദിവസത്തോളം പിശാചി യോഗം നടക്കുന്നതായിരിക്കും. അതായത് മാർച്ച് 29-ാം തീയതി മുതൽ മെയ് 18-ാം തീയതി വരെ. മെയ് 18-ാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ പിശാചി യോഗവും അവസാനിക്കുന്നതായിരിക്കും. ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ 12 രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം 11 വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത്. അതായത് വർഷം 2012-13 തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത്. ആ സമയത്ത് അവിടെ പിശാചി യോഗവും നിർമ്മിതമായതായിരുന്നു. 2025 ശേഷം ഇനി 2036 കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. പിശാചി യോഗം ധനുരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നോക്കാം. നിങ്ങളുടെ 4-ാം ഭാവത്തിലാണ് ഈ യോഗം നടക്കുന്നത്. ഇത് സുഖസ്ഥാനമാണ്. ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലുമായിരിക്കും. ഉദ്യോഗത്തിലുള്ളവർ ഓഫീസിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. മേലധികാരികളുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ. ഈ സമയത്ത് ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങളെക്കുറിച്ച് അപകീർത്തികൾ പറഞ്ഞു പരത്തുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ സമയം കുറച്ച് ക്രിട്ടിക്കലായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഇമേജിനെ ഡാമേജ് ചെയ്യുവാൻ ചിലർ ശ്രമിക്കുന്നതായിരിക്കും. ഇവ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. മെയ് 18-ാം തീയതി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതും ക്രമേണ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രാഹു മെയ് 18-ാം തീയതി കുംഭം രാശിയിലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ രാഹു 2025 നവംബർ 23-ാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവാണ്. അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും. രാഹു രാശി മാറുന്നത് 3-ാം ഭാവത്തിലേക്കാണ്. 3-ാം ഭാവം ഉപജയസ്ഥാനമാണ്. 3-ാം ഭാവത്തിൽ രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ നല്ല സുദൃഢത ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ രാഹു നല്ല വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര കഠിന കാര്യമായാലും അത് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. സോഷ്യൽ മീഡിയ, പ്രിൻ്റ്, ഇലക്ട്രോണിക് മീഡിയ, കല എന്നീ രംഗത്തുള്ളവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധന ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും
പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതുമായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും. രാഹുവിൻ്റെ 7ാം ദൃഷ്ടി 9ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തണം. ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും. പക്ഷേ അതിനെ അതിജീവിക്കേണ്ടത് ആവശ്യമായിരിക്കും. രാഹുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് 11ാം ഭാവത്തിലാണ്. ഇത് ലാഭസ്ഥാനമാണ്. ഈ സമയത്ത് സാമ്പത്തികപരമായി നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങളും മാറുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഇതാണ് രാഹുവിൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.